കോട്ടയം ഏറ്റുമാനൂരിന് സമീപം വേദഗിരിയിൽ പ്രവർത്തിച്ചിരുന്ന കോട്ടയം ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടിയിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ ജീവനക്കാർ കടുത്ത ദുരിതത്തിൽ. വൈദ്യുതി ബിൽ കുടിശ്ശികയെ തുടർന്ന് അടച്ചുപൂട്ടിയ സ്ഥാപനത്തിന്റെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന് നിയമസഭയിൽ മന്ത്രി പി രാജീവ് ഉറപ്പു നൽകിയെങ്കിലും ഒന്നും പ്രാവർത്തികമായിട്ടില്ല. ഒരു വർഷമായി കമ്പനി ലേ ഓഫിലായിട്ടും ലേ ഓഫ് ആനുകൂല്യങ്ങൾ പോലും കിട്ടുന്നില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. ടോപ് 10 സ്പെഷ്യലിലേക്ക്. വിവിധ കാരണങ്ങളാൽ അടഞ്ഞുകിടന്നിരുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള കോട്ടയം ടെക്സ്റ്റൈൽസ് എന്ന സ്പിന്നിംഗ് മിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്താണ് പ്രവർത്തനം പുനരാരംഭിച്ചത്. സ്ഥാപനത്തിന്റെ ശേഷിക്കനുസൃതം നൂലുൽപാദനം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ റിലയൻസുമായി ഉണ്ടാക്കിയ കരാർ സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റിലയൻസ് നൽകുന്ന പോളിസ്റ്റർ നൂലാക്കി തിരികെ നൽകുന്നതിന് നിശ്ചയിച്ച തുക കുറഞ്ഞുപോയതിനെ തുടർന്ന് ശമ്പളം, വൈദ്യുതി ചാർജ് എന്നിവ കുടിശ്ശികയായി. 52 ലക്ഷം രൂപ വൈദ്യുതി കുടിശ്ശികയായപ്പോൾ KSEB ഫ്യൂസ് ഊരി. തുടർന്ന് കഴിഞ്ഞ 2024 മാർച്ച് 20 മുതൽ സ്ഥാപനം ലേ ഓഫിലാണ്. തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള ജീവിത സാഹചര്യം വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. ശമ്പളവും കുറേ നാളുകളായിട്ട് ലഭിക്കുന്നില്ല. സർക്കാർ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്പിന്നിംഗ് മില്ലിന്റെ പ്രവർത്തനം നിലച്ചതോടെ സ്ത്രീകളടക്കം നൂറുകണക്കിന് തൊഴിലാളികൾ പെരുവഴിയിലായി. ജീവനക്കാരിൽ സമീപവാസികളായ ചിലരൊക്കെ രാവിലെ എത്തി ഒപ്പിട്ട് മടങ്ങുന്നുണ്ട്. വർഷങ്ങളോളം ജോലി ചെയ്ത സ്ഥാപനം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരണമെന്ന് ഇവർക്കൊക്കെ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ഒന്ന് തുറന്നു, അന്നേരം ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു, ഇത് മുന്നോട്ട് പോകും, ഞങ്ങൾ പിന്നെയും കരകയറി എന്നൊരു പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് അടഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവൻ തകർന്നു. ജീവിക്കാൻ മാർഗമില്ലാതെ ഒത്തിരി പേര് ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പ്രദേശത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രവർത്തനം സ്തംഭിച്ചതിൽ നാട്ടുകാർക്കുമുണ്ട് ആശങ്ക. അവരെന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തൊഴിൽ പണി കിട്ടുമല്ലോ എന്നോർത്ത് അവരുടെ ആഗ്രഹങ്ങളും കുഞ്ഞുങ്ങളെയും പോറ്റാനും ഒക്കെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം അവർ മുടങ്ങാതെ വന്നു ഒപ്പിട്ടു ഇങ്ങനെ പോകും. വിഷയം നിയമസഭയിൽ ഉന്നയിച്ച മോൻസ് ജോസഫ് MLAക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടക്കുന്നതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മറുപടി നൽകിയിരുന്നു. പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും ഒന്നും പ്രാവർത്തികമായില്ല. അമൃത ന്യൂസ്, കോട്ടയം. കോട്ടയം ടെക്സ്റ്റൈൽസിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. നിയമസഭയിൽ താൻ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ മന്ത്രി പി രാജീവ് നൽകിയ വാഗ്ദാനം നടപ്പാക്കണമെന്നും തൊഴിലാളികൾ നേരിടുന്ന ദുരിതാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും MLA പറഞ്ഞു. കോട്ടയം ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടിയതുകൊണ്ട് നൂറുകണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലായിരിക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷക്കാലമായി കമ്പനി അടച്ചിട്ടിരിക്കുക. കോട്ടയം ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഗവൺമെൻറ് അടിയന്തരമായി ഉണ്ടാക്കണമെന്ന ആവശ്യം നിയമസഭയിൽ ഞാൻ ഉന്നയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അദ്ദേഹം വളരെ പോസിറ്റീവായി ആ വിഷയത്തിൽ ഇടപെടുകയും പരിഹരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈ എടുത്ത ഒരു 8 കോടി രൂപയുടെ പ്രോജക്റ്റ് അവിടെ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. ഈ 8 കോടി രൂപയുടെ പ്രോജക്റ്റ് പരമാവധി വേഗത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറായാൽ നമുക്കിത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റും. കോട്ടയം ടെക്സ്റ്റൈൽസിന് വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചു എന്ന് പറയുന്ന 8 കോടി രൂപ വിനിയോഗിക്കാനും ഈ കമ്പനി തുറന്ന് പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന സാഹചര്യം അടിയന്തരമായിട്ടുണ്ടാകും. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് പ്രശാന്ത് ജോസഫ് ചേരുന്നു. പ്രശാന്ത്, പറഞ്ഞ പോലെ തന്നെ ഈ കമ്പനിയിലെ ജീവനക്കാർ കടുത്ത ദുരിതത്തിലും പ്രതിസന്ധിയിലുമാണ്. മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് പറയുമ്പോഴും ഈ ജീവനക്കാരുടെ ദുരിതത്തിന് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന് കീഴിൽ കോട്ടയം ഏറ്റുമാനൂരിന് സമീപമാണ് കോട്ടയം ടെക്സ്റ്റൈൽസ് പ്രവർത്തിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനത്തിൽ വനിതകളടക്കം 300-ലധികം ജീവനക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ അടഞ്ഞുകിടന്നിരുന്ന ഈ സ്ഥാപനം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് വൈകാതെ തന്നെ പുനരാരംഭിക്കുകയായിരുന്നു. എന്നാൽ റിലയൻസുമായി ഉണ്ടാക്കിയ ഒരു കരാർ ഈ സ്ഥാപനത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കി. റിലയൻസ് നൽകുന്ന പോളിസ്റ്റർ സംസ്കരിച്ച് നൂലാക്കി മാറ്റി അവർക്ക് തന്നെ തിരികെ നൽകുന്നതിനുള്ള ഒരു കരാറാണ് എടുത്തിരുന്നത്. എന്നാൽ ഇതിന് നിശ്ചയിച്ച തുക കുറഞ്ഞു പോയതിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ശമ്പളമോ വൈദ്യുതി ചാർജോ അടയ്ക്കുന്നതിനുള്ള തുക കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. 52 ലക്ഷത്തിലധികം രൂപ വൈദ്യുതി ചാർജ് കുടിശ്ശിക വന്നതിനെ തുടർന്ന് KSEB ഫ്യൂസ് ഊരുകയും അതേ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായി സ്ഥാപനം അടഞ്ഞു കിടക്കുകയുമാണ്. ഇതേ തുടർന്ന് ഇവിടുത്തെ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. അവർക്ക് മക്കളുടെ വിദ്യാഭ്യാസ ചെലവിനോ അല്ലെങ്കിൽ വീട്ടു ചെലവിനോ പോലുമുള്ള ഒരു പണവും കണ്ടെത്താൻ ആകാത്ത സാഹചര്യമുണ്ട്. ഇവരിൽ പലരും ഇവിടെ സ്ഥിരം ജീവനക്കാരായിരുന്നു. ഇവരൊക്കെ ഇപ്പോൾ പുറം പണിക്ക് പോയി മറ്റ് ജോലികൾക്ക് പോയി വരുമാനം കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ്
ഇതൊന്നും സ്ഥിരം വരുമാന മാർഗ്ഗങ്ങളല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ ജീവനക്കാരുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അപ്പോൾ മന്ത്രി പി രാജീവ് നൽകിയ മറുപടി വൈകാതെ തന്നെ ഈ കോട്ടയം ടെക്സ്റ്റൈൽസിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കിടക്കാൻ തുടങ്ങി ഒരു വർഷം പിന്നിടുമ്പോഴും പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോൾ ജീവനക്കാർ പലരും രാവിലെ എത്തി ഒപ്പിട്ട് മടങ്ങുന്നുണ്ട്. എന്നാൽ ലേ ഓഫ് കാലത്ത് ഇവർക്ക് നൽകേണ്ട പകുതി ശമ്പളം പോലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇവർ നേരിടുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. മന്ത്രി നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് 8 കോടി രൂപയുടെ പാക്കേജ് നടപ്പാക്കുകയും ഇവരെ ജോലിക്കാർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട ഒരു സാഹചര്യം ഒരുക്കുകയും ഇവിടുത്തെ പ്രതിസന്ധി പരിഹരിക്കുകയും വേണമെന്നാണ് വീണ്ടും അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടത്. തൊഴിലാളികളും ഇതേ ആവശ്യം തന്നെയാണ് ഇപ്പോൾ കോട്ടയം ടെക്സ്റ്റൈൽസ് കമ്പനിയിലെ പ്രതിസന്ധിയിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രശാന്ത് ജോസഫാണ് കോട്ടയത്ത് നിന്നും ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.